ഹലോ ഗൈസ്, നമ്മൾ ഉള്ളൊഴുക്ക് സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ഉർവശിയും പാർവതിയും അഭിനയിച്ച ഉള്ളൊഴുക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാട്ടോ. നമ്മൾ ചേഞ്ചിന് സിനിമാസിലാണ് വന്നേക്കണം. ഞാൻ അവസാനമായിട്ട് ഈ തിയേറ്ററിൽ നിന്ന് കണ്ട പടം കോബ്രയാണ് കേട്ടോ. ഉള്ളൊഴുക്ക് 12:30-ക്കാണ് ഷോ. ഹലോ ഗൈസ്, കട്ട വെയിറ്റിംഗ് സാധനമാണ് ഇന്ത്യൻ 2. പാർവതിയും ഉർവശിയും കൂടി അഭിനയിച്ച സിനിമയാണ് ഉള്ളൊഴുക്ക്. ഹലോ ഗൈസ്, പടം കണ്ടു കഴിഞ്ഞു. കിടിലം പടം, ഒന്നും പറയാനില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഭയങ്കര മഴയാണ്. ഹലോ ഗൈസ്, ഉള്ളൊഴുക്കെന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, തിയേറ്ററിൽ പോയി കാണാൻ ആരും മറക്കരുത്, മിസ് ചെയ്യരുത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ പ്രധാന ഘടകം, ഇതിലെ ഡയറക്ടർ, തിരക്കഥ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പാർവതി, ഉർവശി, അവരുടെ ആക്ടിങ് ഓക്കെ മതി. എന്നാൽ പോലും ഇതിൻ്റെ ടെക്നിക്കൽ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആർട്ട്, ക്യാമറ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സുഷിനാണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തേക്കണം. അത് കൊടുക്കുന്നൊരു ബീജമുണ്ട്, ആ ഒരു സിറ്റുവേഷനായിട്ട് പോകുന്ന ബീജമുണ്ട്. എൻ്റെ പൊന്നെ മോനെ, കിടിലൻ എക്സ്പീരിയൻസ്. എനിക്ക് എന്താണ്, നമുക്ക് ട്രെയിലർ കാണുമ്പോൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു 2 ഇരട്ടിയാണ് ഈ ഒരു സിനിമ തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ലൊക്കേഷനുകളിലൊന്നും പോകാതെ ഒറ്റ ലൊക്കേഷനിൽ നിന്ന്, വലിയ ചുരുങ്ങിയ ലൊക്കേഷനിൽ നിന്നൊരു സിനിമ പറയാമെന്ന് പറഞ്ഞാൽ, ഇത്രയും ബഡ്ജറ്റ് കുറച്ചൊരു സിനിമ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവം തന്നെയാണ്. ഇതാണ് പറയുന്നത്, ഒരു സിനിമക്ക് വലിയൊരു എന്താ പറയുക, 2 അഭിനയിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, പിന്നെ പണി അറിയാവുന്നൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഒരു നല്ലൊരു കണ്ടൻ്റാണ് ഈ ഒരു സിനിമ. ഇത് എന്താണ്, സാധാരണ എന്താണ്, എല്ലാ തരത്തിലുള്ള സിനിമകളെ, ഒരു ക്ലീശേ ടൈപ്പ് അഭിഹിതങ്ങളെ എല്ലാത്തിനെയും പൊളിച്ചെഴുതുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് 2 അഭിനയ പ്രതിഭകൾ എന്ന് വെച്ചാൽ ഉർവശി, പാർവതി, 2 പേരും കട്ടക്കാണ്. അപ്പുറവും ഒരാളിപ്പുറവും ഒന്നുമില്ല. 2 പേരും കട്ടക്ക് ബാലൻസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചേരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വിഷ്വലി ഡയറക്ടർ നല്ലോണം കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു എന്താണ് അർത്ഥം, എന്താണോ അതാണ് ആ ഒരു മനസ്സിൽ ഉള്ളിൽ കിടന്നിങ്ങനെ ഒരു എന്താ പറയുക, പ്രകൃതിയും അതിനോടനുസരിച്ച്. ഇപ്പോൾ അവിടെ കുട്ടനാട്ടിൽ വെള്ളം കയറുന്നു, അവിടെ ഒരു സംഘർഷം അനുഭവിക്കുന്നു. കാരണം അറിയാമല്ലോ, ഒരു അവിഹിതത്തിൽ ഗർഭം ഉണ്ടാകുന്നതും പിന്നീട് അവളുടെ ഭർത്താവ് മരിക്കുന്നതും, ഇപ്പം അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ് സിനിമ. പക്ഷെ അത് വേറെ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം, ഇത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും ഇതൊക്കെ കേട്ട് പരിചയിച്ചൊരു സംഭവം തന്നെയാണ്. പക്ഷെ അത് ഇത്രയും ഒരു അവിഹിതത്തിന് ഇത്ര അടിപൊളിയായിട്ട് അവതരിപ്പിച്ചൊരു സിനിമ ഈ അടുത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിനും ഒരു ന്യായമുണ്ട്, അതിനും ഒരു എന്താ പറയുക, ഓരോരുത്തരുടെ സിറ്റുവേഷനാണ് പലവരെയും പലതും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒരു എന്താണ്, അതിനെ ന്യായീകരിച്ചല്ല പറയുന്നത്. ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഒരു തെറ്റ് അവർ ചെയ്തു, മറ്റേ ക്യാരക്ടർ ഇത്ര തെറ്റ് ചെയ്തു, അതവർ സമ്മതിക്കുന്നു. അതിനവർ ന്യായീകരിക്കാനോ എന്താണ് അതൊന്നുമില്ല. ഓരോരുത്തരുടെ കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, അതാണ് സംഭവം. പിന്നെ ഇതിനകത്ത് ജാതി, മതം, ആ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റേ ജാതിക്കാരന് കൊടുക്കില്ല, ആ ഒരു പിടിവാശികൾ പറയുന്നു. പിന്നെ കുടുംബ പാരമ്പര്യം, ഞങ്ങളുടെ കുടുംബ പേര്, ആ ഒരു സംഭവം ഒക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, അവസാനമാകുമ്പോൾ എല്ലാത്തിനും ഒരു സംഭവം കിട്ടുന്നുണ്ട്, ഉൾക്കൊള്ളാൻ. എല്ലാ ക്യാരക്ടറുകൾക്കും പറ്റി പരസ്പരം മനസ്സിലാക്കി എല്ലാം ഓക്കെ ആയി, സെറ്റായി, നല്ല രീതിക്കാണ് സിനിമ അവസാനിക്കുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല, അങ്ങനെ ഒരു ക്ലൈമാക്സ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ഇത് എന്താ പറയുക, വേറെ ഒരു രീതിയായിരുന്നു ഈ ഒരു സിനിമ. എനിക്ക് ഇതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ തന്നത്. പിന്നെ ഇതിന് മഴക്ക് നല്ലൊരു പ്രാധാന്യമുണ്ട്. അത് എന്താണ്, ഈ കായൽ ഒഴുകുന്നത്, അപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണ് ഇവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു
ആ സിനിമയുടെ ടൈറ്റിലും ഈ സിനിമയും ഏകദേശം ആ ഒരു സിറ്റുവേഷനോട് ഭയങ്കര മാച്ചായിട്ട് തോന്നി. പിന്നെ അതൊരു മഴക്കാലമാണ് ആ ഒരു ഇത് കാണിക്കുന്നത്. മഴക്കാലം, വെള്ളപ്പൊക്കം, പിന്നെ എന്താണ് അതിൻ്റെ ഒരു മഴക്കാലത്ത് ഒരു ഇരുണ്ടൊരു ലൈറ്റിങ് സംഭവമില്ലേ, അതുപോലെ തന്നെയാണ് അവർ ഫേസ് ചെയ്യുന്ന ആ രണ്ട് ക്യാരക്ടറും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഉർവശിക്കാണെങ്കിൽ സ്വന്തം മകൻ നഷ്ടപ്പെട്ട ഒരു വേദന, പാർവതിക്കാണെങ്കിൽ വേറൊരു ബന്ധത്തിലുള്ള കൊച്ചു വയറ്റിലുമുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു സിറ്റുവേഷൻ. ഇതാണ് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു മഴയുടെ ഒരു കളർ ടോണില്ലേ, ആ ഒരു ഇത് ആണ് ഈ ഒരു സിനിമയിൽ യൂസ് ചെയ്തേക്കണം. കാരണം ആ ഒരു സിറ്റുവേഷനായിട്ട് നമുക്ക് ഓഡിയൻസിൽ ഭയങ്കരമായിട്ട് ഇത് റീച്ച് ആകാൻ പറ്റും. പിന്നെ ഇവർ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മഴ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. പിന്നെ ചില സമയത്ത് കായലിങ്ങനെ ശാന്തമായിട്ടിരിക്കും. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് പെട്ടെന്ന് ഒഴുക്കും മഴയും തുടങ്ങിക്കഴിയുമ്പോൾ പ്രശ്നങ്ങൾ പിന്നെയും വരികയാണ്. അപ്പോൾ ഒരു നല്ല രീതിക്കാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പറയാനുള്ളൂ. പിന്നെ ഇതിൻ്റെ ആക്ടിങ്, ഉർവശി, പാർവതി, എനിക്ക് വേറെ ആൾക്കാരെ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം ഇവർ ചെയ്തു വെച്ചൊരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അതെങ്ങനെയാണ് ഇത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റുക? ഇത്രയൊരു സിറ്റുവേഷനിൽ ഒരു കലർന്ന ഒരു അഭിനയം അല്ലാണ്ട് വേറെ രീതിയിലാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള റോളുകൾ ആണ് എന്താ വെച്ചാൽ കൊമേഴ്ഷ്യൽ സിനിമാസ് എന്നൊക്കെ പറയുന്നത് അതൊന്നുമല്ല. ഇത് ഇങ്ങനത്തെ സിനിമകൾ ഇനിയും എന്ന് വെച്ചാൽ ഇത്രയും കണ്ടൻ്റുള്ള സിനിമകൾ, ഇത്രയും ഒരു നല്ല രീതിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന കണ്ടൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ നല്ല രീതിക്ക് സ്വീകരിക്കും ഇങ്ങനത്തെ സിനിമകൾ. ഇങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഇപ്പോൾ ഇന്ത്യ പോലെയൊക്കെ മേയ്ക്കുന്ന ഭയങ്കര മലയാളത്തിൽ കുറവാണ്. അത് നല്ല ഇത്തിരി കൊമേഴ്ഷ്യൽ സിനിമകളൊക്കെ ആയിരിക്കും കൂടുതൽ, ഫാൻ ബേസ് അങ്ങനത്തെ ടൈപ്പ് അല്ലാതെ ഇങ്ങനത്തെ സിനിമകൾ. ഇപ്പോൾ സ്ത്രീകളെ മുൻ പ്രാധാന്യമുള്ള കഥകളെടുത്ത് ചെയ്യുന്നില്ല, അവർക്ക് അവസരം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിനുള്ളൊരു നല്ല രീതിക്കുള്ളൊരു മറുപടിയാണ് ഈ ഒരു സിനിമ. സ്ത്രീകൾക്കും അവർക്കൊരു കൊമേഴ്ഷ്യലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് ഈ സിനിമ കാണിക്കുന്നത്. ഇത് കാണാൻ ഓഡിയൻസ് ഉണ്ട്. അല്ലാതെ ഒരു സ്റ്റാർ എന്താ പറയുക, അപ്പം അങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെ വന്നാലേ ഇതേപോലത്തെ സിനിമകൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു പുരുഷ മേധാവിത്വം ഉള്ളൊരു സിനിമ മേഖലയാണ് നമ്മുടെ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ, ഇതേപോലത്തെ കണ്ടൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, സാധ്യതകളുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെയ്യാനുള്ള ആൾക്കാരും കൂടി വേണം. ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ഇപ്പോൾ പാർവതിയും ഉർവശിയും ചെയ്ത പോലെ ചെയ്യാനുള്ള ഒരു ഇതും കൂടി വേണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ സിനിമകളൊക്കെ സംഭവിക്കും. അപ്പോൾ അത്രയും റെയറായിട്ട് സംഭവിച്ചൊരു സിനിമയാണ്. നമുക്ക് ഒന്നും കിടിലം പടം, അത്രേ ഉള്ളൂ. തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടം തന്നെയാണ്. നല്ല അടിപൊളിയാണ്. എനിക്ക് കുറേ പറയണമെന്നുണ്ട്. ഈ സിനിമയിൽ ഞാൻ കുറേ സംഭവങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഓക്കെ എന്നാൽ ബൈ.